നമസ്കാരം. മാർച്ച് മാസം ആരംഭിക്കുകയാണ്. മാർച്ച് 1 നാളെയാകുന്നു. മാർച്ച് മാസവുമായി ബന്ധപ്പെട്ട ജ്യോതിഷപരമായ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് ഉള്ളത്. കാരണം ഈ സമയം സൂര്യനുമായി ബന്ധപ്പെട്ട് ഇരട്ട രാജയോഗം തന്നെ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. സൂര്യൻ മീനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. സൂര്യൻ മീനത്തിൽ എത്തുമ്പോൾ ചില കാര്യങ്ങൾ പ്രധാനമായും സംഭവിക്കുന്നുണ്ട്. മീനം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ, ബുധൻ എന്നീ ഗ്രഹങ്ങളുമായി സംയോജിച്ച് ബുധാദിത്യ രാജയോഗവും ശുക്രാദിത്യ രാജയോഗവും രൂപം കൊള്ളുന്നുണ്ട്. ഇരട്ട രാജയോഗത്താൽ തന്നെ മാർച്ച് മാസത്തിൽ ഇവർക്ക് അനുകൂലമായ നേട്ടങ്ങൾ തന്നെയാണ് കടന്നു വരിക. ധനപരമായ നേട്ടങ്ങളും മറ്റ് സൗഭാഗ്യങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതുമാണ്. ഏവരും ഒരു നിമിഷം ഇഷ്ടദേവതയെ വന്ദിച്ച് ഇഷ്ടദേവതയുടെ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. പറയുന്നത് പൊതുഫല പ്രകാരമാണ്. അതിനാൽ ജാതക പ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. ഇടവം രാശി. കാർത്തിക, രോഹിണി, മകീരം എന്നീ നക്ഷത്രക്കാരാണ് ഇടവം രാശിയിൽ വരുന്നത്. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങൾ അനവധിയാണ് എന്ന് തന്നെ പരാമർശിക്കാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സാഹചര്യം തന്നെയാണ് ഇവർക്കുള്ളത്. സാമ്പത്തികപരമായ ബാധ്യതകൾ ഇവരുടെ ജീവിതത്തിൽ നിന്നും അകലുന്നതായ സാഹചര്യങ്ങൾ തന്നെ വന്നു ചേരും. സാമ്പത്തിക കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം. സാമ്പത്തികപരമായി പല പ്രശ്നങ്ങളും ഇവർക്കുണ്ട്. പ്രധാനമായും ധനം കൈകളിലേക്ക് വന്ന് ചേരാത്തതായ സാഹചര്യം, ചില തടസ്സങ്ങളുണ്ട്. ഇനി അഥവാ വന്നാൽ തന്നെ പണം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് കടന്ന് വന്നാലും അത് നിലനിൽക്കാത്തതായ സാഹചര്യം, മനസമാധാനം നഷ്ടപ്പെടുന്നതായ സാഹചര്യം, ഇതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ അനുഭവങ്ങൾ മാർച്ചിൽ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സന്തോഷം കൈവരിക്കുവാൻ സാധിക്കും. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് എങ്കിൽ പോലും ഒരു പരിധിവരെയെങ്കിലും ഇത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. പുതിയ സാമ്പത്തിക മാർഗങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നതായ സാഹചര്യങ്ങളാണ് ഉണ്ടാവുക. പുതിയ തൊഴിൽ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. തൊഴിൽപരമായ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകും എന്ന് തന്നെ പരാമർശിക്കാം. വിദ്യയിൽ ശോഭിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. പഠനവുമായി ബന്ധപ്പെട്ട് മികവ് തെളിയിക്കുവാൻ സാധിക്കും. പഠന കാര്യങ്ങളിൽ ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. അംഗീകാരങ്ങൾ തേടിയെത്തുന്ന സമയമാണ്. പല കാര്യങ്ങളിലും പ്രശസ്തി ഇവർക്ക് തേടിയെത്താം. സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ലാഭം പ്രതീക്ഷിക്കാവുന്നതായ സമയമാണ്. കൂടാതെ ഈ സമയം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിദ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുവാൻ സാധിക്കും. പുതിയ വാഹനം സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങൾ അനുകൂലമായി തീരാം. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അനുകൂലമായി ഭവിക്കും. പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. പ്രണയ സാഫല്യം ജീവിതത്തിലേക്ക് വന്നു ചേരാം. വിവാഹത്തിലേക്ക് പോലും കലാശിക്കാം. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും അനുകൂലമായി തീരാവുന്ന സാഹചര്യം തന്നെയാണ് ഇവർക്കുള്ളത്. അല്പം ശ്രദ്ധയോടെ തന്നെ നീങ്ങുക. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാകുന്ന സാഹചര്യം തന്നെയാണ് മുൻപിലുള്ളത്. മിഥുനം. മകീരം, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രക്കാരാണ് മിഥുനം രാശിയിൽ വരുന്നത്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അല്പം അനുകൂലമാകുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. ശുക്രാദിത്യ രാജയോഗവും ബുധാദിത്യ രാജയോഗവും മൂലം മിഥുനം രാശിക്കാർക്ക് നേട്ടങ്ങൾ അനവധിയായിരിക്കും. പുതിയ ജോലിക്കായുള്ള ശ്രമങ്ങൾ ഫലം കാണുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. സാമ്പത്തിക ബാധ്യതകൾ ഇവരിൽ നിന്നും അകലുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സാമ്പത്തിക കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി തീരാം. ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും.
പല കാര്യങ്ങളിലും സൗഭാഗ്യങ്ങൾ തുണയ്ക്കുന്നതായ സാഹചര്യം. പ്രധാനമായും ജീവിതത്തിൽ പലപ്പോഴും നിർഭാഗ്യം വേട്ടയാടുവാനുള്ള സാധ്യതകൾ ഇവർക്ക് കൂടുതലാണ്. എന്നാൽ അത്തരം കാര്യങ്ങളെ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. കൂടാതെ സാമ്പത്തികപരമായ ചില കാര്യങ്ങൾ, പ്രധാനമായും നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ ധനസ്രോതസ്സുകളിൽ നിന്ന് ധനം ലഭിക്കുകയോ സഹായമായി ലഭിക്കുകയോ ചെയ്യാവുന്നതാണ്. പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരാം. ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ തന്നെ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കും. വരുമാനം പലപ്പോഴും ലഭിക്കുന്നു എങ്കിൽ പോലും കയ്യിൽ പണം നിൽക്കാത്തതായ സാഹചര്യമുണ്ട്. എന്നാൽ ഇതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. ധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമായി തീരാം. ആഗ്രഹിച്ചതായ രീതിയിൽ തന്നെ മുന്നോട്ട് നീങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബവുമായി ബന്ധപ്പെട്ട ഐക്യം വർദ്ധിക്കുന്നതായ സാഹചര്യമുണ്ട്. ബിസിനസ്സിൽ ശോഭിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കടന്നു വരും. ബിസിനസ് പരമായ നേട്ടങ്ങൾ കടന്ന് വരുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. പ്രധാനമായും ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം തന്നെ വിജയ സാധ്യത വർദ്ധിക്കുന്നതാണ്. കൂടാതെ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. കടബാധ്യതകൾ പലപ്പോഴും നിങ്ങൾക്ക് വളരെയധികം ദോഷകരമായ കാര്യങ്ങൾ ചെയ്യുന്നു. കാരണം കയ്യിൽ പണം നിൽക്കാത്തതായ സാഹചര്യമുണ്ട്. എന്നാൽ കടബാധ്യതകൾ ഒരു പരിധിവരെ കുറച്ച് കൊണ്ടുവരികയോ സമയം നീട്ടിക്കിട്ടുകയോ ചെയ്യാം. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും ശോഭിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. കഴിവ് തെളിയിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പുതിയ വാഹനം, ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. അപ്രതീക്ഷിതമായി ഭാഗ്യം തുണയ്ക്കും എന്നതാണ് വാസ്തവം. പ്രതീക്ഷിക്കാത്തതായ ചില വ്യക്തികൾ, ചില കാര്യങ്ങൾ മൂലം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പൊതുവിൽ ഈ സമയം മാർച്ച് മാസം നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും. തുലാം, ചിത്തിര, ചോതി, വിശാഖം എന്നീ നക്ഷത്രക്കാരാണ് തുലാം രാശിയിൽ വരുന്നത്. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലൂടെയും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സമയം. ബിസിനസ് പരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ പല കാര്യങ്ങളിലും നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നതായ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുകയോ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കും. പലപ്പോഴും പല കാര്യങ്ങളും അത് ജീവിതത്തിൽ അനുകൂലമാകും എന്ന ധാരണയിൽ ചെയ്യുകയും പിന്നീട് അത് നിങ്ങൾക്ക് തന്നെ ദോഷമായി തീരുന്ന സാഹചര്യങ്ങളാണ് ഉള്ളത്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. പ്രധാനമായും അത് പല കാര്യങ്ങളിലും പ്രതിഫലിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ ഈ സമയം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം. കച്ചവടവുമായി ബന്ധപ്പെട്ട് ചില പ്രതീക്ഷിക്കാത്ത തിരിച്ചടികൾ വന്നു ചേർന്നു, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുന്നു എന്നതും വാസ്തവമാണ്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. വരുമാനം ഇരട്ടിക്കുന്നതായ സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. വരുമാന കാര്യങ്ങൾ, വരുമാന മാർഗങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും. വരുമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. പുതിയ വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. പുതിയ വാഹനങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. സാമ്പത്തിക ബാധ്യതകൾ തീർക്കുവാനുള്ള അവസരങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേരിട്ടിരുന്നതായ ചില തടസ്സങ്ങൾ തരണം ചെയ്യുവാൻ സാധിക്കും. പ്രണയം വിവാഹത്തിലേക്ക് കലാശിക്കാം. അത്തരം കാര്യങ്ങളും സംഭവിക്കാം. ദാമ്പത്യ ജീവിതം അനുകൂലമാക്കി കൊണ്ടുപോകണം, സന്തോഷത്തോടെ കൊണ്ടുപോകണം എന്ന് വിചാരിച്ചാൽ പോലും ചില പ്രശ്നങ്ങൾ പ്രതീക്ഷിക്കാതെ കടന്നു വരുന്നു എന്നതും നിങ്ങൾ നേരിടുന്നതായ ഒരു പ്രശ്നമാണ്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരാം. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാതെ കടന്ന് വരാവുന്ന സാഹചര്യം കൂടിയാണ് ഉള്ളത്.
കൂടാതെ ഈ സമയം സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അനുകൂലമാകാം. ധനപരമായ കാര്യങ്ങൾ പോലും അനുകൂലമാകാം. മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ഇത്തരം അനുകൂലമായ കാര്യങ്ങൾ, ധനപരമായ കാര്യങ്ങൾ അനുകൂലമായി എന്ന് വരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം നിങ്ങൾ മുന്നോട്ട് നീങ്ങുക.